നമസ്കാരം. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനായി തെരുവിലിറങ്ങിയവരെ തളയ്ക്കാൻ മാസായി ഇറങ്ങിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടത്തെ ട്രംപിന്റെ വാക്കുകേട്ട് നശിപ്പിക്കാൻ ഇറങ്ങിയ പ്രക്ഷോഭകാരികൾക്ക് താക്കീത്. ഭരണകൂടത്തിനെതിരായ പ്രതിഷേധങ്ങൾ പങ്കെടുത്തവർക്ക് ഇറാന്റെ അന്ത്യശാസനം ഒടുവിലെത്തിയിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്ക് ഉത്തരവാദികളായവർക്ക് കഠിന ശിക്ഷ നൽകുമെന്നാണ് പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഉൾപ്പെടെയുള്ളവർ ഒപ്പിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചതായാണ് സൂചന. ഇതേസമയം അധികാരികൾ രാജ്യദ്രോഹികളുടെ നട്ടെല്ല് ഒടിക്കണമെന്നും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞതായി വ്യക്തമാക്കുന്നുണ്ട്. ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിന് നേരത്തെ കടുത്ത നടപടിക്കൊരുങ്ങിയിരുന്നു ഇറാൻ ഭരണകൂടം. പ്രതിഷേധക്കാർക്ക് 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണം എന്നാണ് ഇറാന്റെ ദേശീയ പോലീസ് മേധാവിയായ അഹമ്മദ് റൈസ റാധൻ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. പറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടങ്ങിയില്ല എങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. കീഴടങ്ങാൻ തയ്യാറാകാത്തവർ നിയമത്തിന്റെ പൂർണ്ണ ശക്തിയെ നേരിടണമെന്നും ദേശീയ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്. സമീപകാലത്തൊന്നും നേരിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സാക്ഷിയായത്. ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ച് 11 ദിവസങ്ങൾ പിന്നിടുകയാണ്. അതിനാൽ തന്നെ ഇറാനിലെ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്രയെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധത്തിന് നേരെയുണ്ടായ അടിച്ചമർത്തൽ ഭീകരമായിരുന്നു എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. വിവിധ സംഭവങ്ങളിലായി കുറഞ്ഞത് 5000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ വാദം. അതേസമയം പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെയെല്ലാം കുറ്റക്കാരായി കാണാൻ തയ്യാറല്ലെന്നും ഈ സന്ദേശം ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട് ചിലർ പ്രതിഷേധത്തിന്റെ ഭാഗമായി എന്നാണ് അധികാരികളുടെ നിഗമനം. തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രതിഷേധങ്ങളുടെ ഭാഗമായവരെയും അക്രമം സംഘടിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്നവരെയും ഒരുപോലെയല്ല കാണുന്നതെന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. കലാപത്തിൽ അറിയാതെ ഉൾപ്പെട്ട യുവാക്കളെ ശത്രുക്കളായിട്ടല്ല, പകരം വഞ്ചിക്കപ്പെട്ട വ്യക്തികളായാണ് കണക്കാക്കുന്നതെന്നും സമയപരിധിക്കുള്ളിൽ കീഴടങ്ങാൻ ഇത്തരക്കാരോട് ദയ കാണിക്കുമെന്നുമാണ് ഇറാൻ ഭരണകൂടം കൂട്ടിച്ചേർത്തത്. കലാപങ്ങൾക്ക് ഉത്തരവാദികളായവർക്ക് കർശനമായ ശിക്ഷ നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ ശക്തമാവുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കം ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. വധശിക്ഷകൾക്ക് ഭരണകൂടത്തിന്റെ ഭീഷണിയുടെ ഉപകരണമായി ഇറാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ വർഷം ഇറാൻ ഏകദേശം 1500 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതെന്നും UN വ്യക്തമാക്കുന്നുണ്ട്. ഈ കണക്കുകളിൽ ചൈനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇറാൻ. ഇതിനിടെ അധികാരികൾ രാജ്യദ്രോഹികളുടെ നട്ടെല്ല് ഒടിക്കണമെന്ന നിർദ്ദേശവുമായാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ രംഗപ്രവേശനം. എന്തായാലും ഇറാൻ ഭരണകൂടത്തെ തകർത്തവർക്ക് കൃത്യമായ ശിക്ഷ ഭരണകൂടം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും